ഹലോ ഗേസ്, ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് സുഖമല്ലേ? എനിക്ക് സുഖമാണ്, അൽഹംദുലില്ലാഹ് സുഖമായിട്ട് പോകുന്നു. ആദ്യമായി വീഡിയോസ് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ അടിക്കുക, ഓൾ എന്ന ഓപ്ഷൻ അടിക്കുക. എന്നാൽ മാത്രം ഞാനെടുത്ത വീഡിയോസ് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഞാൻ ആദ്യമായി യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എൻ്റെ മാപ്പിളയാണ്, ഷമീർ ചാകാന്ന്. എൻ്റെ ഭർത്താവായ ഷമീർ ചാകാന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ജോലിക്കെല്ലാം പോകാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എന്നോട് ചോദിക്കും, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടും 10ാം ക്ലാസ് പഠിച്ചവരെ നിങ്ങൾക്ക് എവിടെയാണ് ജോലി കിട്ടും, നീ എന്താ മക്കളെയും കൊണ്ട് അഥവാ പുറത്ത് പോയി ജോലി എടുക്കാൻ. അപ്പോൾ മക്കൾ സ്കൂളിലെടുത്ത് വരുമ്പോൾ 10 മണിക്ക് പോയെങ്കിൽ ഒരു 3 മണിയാകുമ്പോൾ മക്കൾ വരും. അപ്പം ആ സമയത്ത് നീ എന്താ ചെയ്യും? മക്കളെ പുറത്താക്കാൻ കഴിയില്ലല്ലോ, 5 മണി വരെ ജോലി ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യും എന്നാലും ഇങ്ങനെ പറയുമ്പോൾ എന്നോട് പറഞ്ഞ്, അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഒരാൾ, എൻ്റെ കൂടെ പഠിച്ച ബെസ്റ്റ് ഫ്രണ്ട്, അവൾ പറഞ്ഞു യൂട്യൂബ് ചാനൽ എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് വെച്ചാൽ അവളെല്ലാം പറഞ്ഞു തന്ന് എഡിറ്റ് ചെയ്യണം. ആദ്യത്തെ എഡിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയും. വീഡിയോസൊന്നും എങ്ങനെ വോയിസ് കൊടുക്കണ്ടേ, എങ്ങനെ വീഡിയോ എടുക്കണ്ടേ ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. പക്ഷേ പഠിച്ച് ഇപ്പം പഠിച്ചിട്ടൊന്നുമില്ല, ചെറുങ്ങനെ ഈ വകയായിട്ടില്ലും പാടത്തമ്പുരത്തി. അങ്ങനെ ഓഗസ്റ്റ് വന്നാൽ എൻ്റെ യൂട്യൂബിൻ്റെ പിറന്നാളാണ്. എന്നിട്ട് ഞാൻ തുടങ്ങിയിട്ടില്ല, 1 വർഷം ആകുന്നു. ആ സമയം കൊണ്ട് ഞാൻ മോണിറ്റേഷൻ ആക്കി എടുക്കണം എന്നൊരു വാശിയുണ്ടായിരുന്നു. അത് ആക്കിയിട്ട് എടുത്തു, അൽഹംദുലില്ലാഹ്. ഇനിയും എല്ലാവരും ഒരു സപ്പോർട്ടും വേണം. അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്ന് വെച്ചാൽ അധികം സപ്പോർട്ട് ചെയ്തു. ആദ്യം ഒരു 1 സബ്സ്ക്രൈബറേ ഉണ്ടായിട്ടും, എൻ്റെ ഷമീർ ചാൻ്റെ മാത്രം സബ്സ്ക്രൈബറേ ഉണ്ടായിട്ടും. പിന്നെ ഞാൻ വിളിച്ചു എങ്ങനെയാണ് കൂടുതൽ, പിന്നെ ഓരോന്നേ കൂടി വന്നു. പിന്നെ 63 പിന്നെ ലൈവ് ഇടാൻ കഴിഞ്ഞു. അങ്ങനെ കൂടി ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് എനിക്ക് കിട്ടി. ഇപ്പം ഒരുപാട് ചങ്ങായിമാരായി. എന്താണെന്ന് വെച്ചാൽ തിരൂർ, ഓസ്ട്രേലിയ, കാനഡ, പിന്നെ തിരൂർ തന്നെ കുറേ, മലപ്പുറം, പൊന്നാനി, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഖത്തറിൽ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നത്. അതിന് വലിയ അൽഹംദുലില്ലാഹ്. ആൾക്കാരല്ലേ നമുക്ക് വേണ്ടത്, വേറൊന്നും വേണ്ട. ഇപ്പോൾ പൈസയും അതിലൊന്നും ഉണ്ടാകണമെന്നില്ല. ആൾക്കാരുടെ സംസാരം സമാധാന വാക്കല്ലേ, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് എനിക്ക് ഇഷ്ടം. സമാധാനം ഒരു വാക്ക്, അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നു, വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ തുടങ്ങാനുള്ള കാരണം ഒരു വീടിലെ ലക്ഷ്യം വെച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷെ വീടാവുമെന്ന് എനിക്കറിയില്ല, എല്ലാം പടച്ചോനാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളെന്ത് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. പടച്ചോനൊരു കണ്ണു തുറന്നാൽ മതി, ആടത്തും വരെ നമ്മൾ നല്ലതിലെത്തും. എങ്ങനെ നമ്മളെ സമയം പോലെ അല്ലല്ലോ, പടച്ചോൻ നല്ലതിലെത്തിക്കട്ടെന്നേ പറയുന്നില്ല. അങ്ങനെ പടച്ചോൻ കൂട്ടിയിട്ട് ആരെങ്കിലും ഒരു വീട് എടുക്കണം എനിക്ക്, നല്ലതിലെത്തിച്ചെങ്കിൽ. അത്രേ പറയും. വലിയ വീടൊന്നും ആർപ്പാടില്ല, ചെറിയൊരു 2 ബെഡ്റൂമും ഒരു കിച്ചൺ, ഒരു ഹാള്, അത്രേ പ്രതീക്ഷിക്കുന്നില്ല. ഒരു 5 സെൻറ്റിൽ അത്ര പ്രതീക്ഷിക്കില്ല, അത്രേ വേണ്ടും. വലിയ ആർപ്പാടൊന്നും വേണ്ട. ഒരുപാട് ആൾക്കാർ ലൈവിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാം, വീട് കെട്ടുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ സിമെൻറ്റ് തരാം. പക്ഷെ അത്ര പറഞ്ഞില്ല, അതൊരു വലിയ കാര്യമാണ് എനിക്ക്. അങ്ങനെ ഒരുപാട് എൻ്റെ മക്കളെ പിറന്നാളിനും മോളെ പിറന്നാളിനും ഒരുപാട് ഗിഫ്റ്റും അതെല്ലാം കെട്ടും. പിന്നെ ഒരുപാട് ചങ്ങായിമാർ എന്നെ കാണാൻ വന്ന് തിരൂരിന്ന് വരെ എൻ്റെ എന്താ പറയുക, ലൈവിൽ വന്ന ഒരു പരിചയം മാത്രമാണ്. ഇപ്പം എൻ്റെ അനിയത്തിനും പോലെയായി, സ്വന്തം ഒരു അനിയത്തിനും മാറെ പോലെയാണ് 2 ആൾ, ഒന്ന് ഷഹാനാവും, ഒന്ന് അസ്മിയൂട്ടാ. അപ്പം ബാക്കി എല്ലാവരും ചോദിക്കപ്പോൾ ഞങ്ങളല്ലേ, എല്ലാവരും തന്നെ കേട്ടോ. പക്ഷെ ഒരുപാട് ആൾക്കാരിൽ കെട്ടിയ 2 ചങ്ങായി, ഒരു അനിയത്തിനും ഒരു 2 അനിയത്തിമാരാണത്. അതേപോലെ കുറേ ആങ്ങളമാർ പേര് പറഞ്ഞു, ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് ഇട്ടില്ലെങ്കിൽ വിളിച്ച് ചോദിക്കും, എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ വിളിക്കും, എന്താ ജാസ് നീ ലൈവ് ഇടാതെ, എന്ത് പറ്റിയ സുഖമില്ലേ നിൽക്കും. അതേപോലെ കമൻറ്റ് ബോക്സിൽ ചോദിക്കും, എന്താ മോളെ സുഖമില്ലേ, എന്താ ലൈവ് ഇടാതെ എന്നെല്ലാം ചോദിക്കും. അതെന്നെ ചോദിച്ചറിയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് ചോദിക്കാൻ ആരുമില്ല ആ സമയത്ത് ചോദിക്കുമ്പോൾ വലിയ കാര്യമാണ്. പക്ഷെ നമ്മൾ ലൈവിലിരിക്കുന്നതും നല്ല നിലയിലിരിക്കുന്നത്, ഞാൻ തട്ട് കൊട്ടിട്ടും കൈ മറിച്ചിട്ടും നല്ല നിലയിൽ സംസാരിക്കും. പക്ഷെ ആൾക്കാരോട് സംസാരിച്ചെങ്കിൽ വേറൊന്നും തെറ്റിദ്ധരിച്ച് ഇതാക്കിയിട്ട് ഞാൻ പോകുന്നുമില്ല. പറയുന്ന ആളെ പലതിലെന്തല്ലോ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് എന്നെ വേദനിപ്പിച്ചിട്ട് കുത്തുവാക്കുകൊണ്ട് ഈ പറയുന്നക്ക് യൂട്യൂബ് ചാനലുണ്ട്, തലയിൽ തട്ടോടുന്നില്ല, പറയുന്ന ആളെ വീട്ടിലത്തവർ. പക്ഷെ നമുക്ക് ഒന്നും പ്രശ്നമില്ല, അത് അവരുടെ കാര്യം, അവരായി അവരുടെ കാര്യമായി. നമ്മൾ അതിലൊന്നും പേഴ്സണൽ കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ട. പക്ഷെ എൻ്റെ പേഴ്സണൽ അവർ ഇടപെടുന്നുണ്ട് ഇനി, പക്ഷെ ഇപ്പോൾ ഇല്ല കേട്ടോ. അതെല്ലാം അവരുടെ കാര്യം. അപ്പം എന്നോട് ഒരുപാട് കുത്തുവാക്ക് പറഞ്ഞിരുന്നു. അവരങ്ങനെ പറഞ്ഞു, നിൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ വീഡിയോസ് മറിച്ചിടും, എന്താ വെച്ചാൽ കാണൂല, വ്യൂസ് കൂടുന്നതിന് എന്തിനാ അവളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ എൻ്റെ മുമ്പിൽ തന്നെ അവരെ
ഒരാഴ്ച മുമ്പ് എൻ്റെ മുമ്പിൽ തന്നെ അവരെത്തിച്ചു. ഞാൻ മിണ്ടിയിട്ടില്ല കേട്ടോ അവരോട്. എനിക്ക് നല്ല ദേഷ്യമുണ്ട് തന്നെ അവരോട്. അപ്പം ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പം എന്നോട് ചോദിച്ചു, ജാസ്മിൻ എന്താ മിണ്ടാതെ? ഞാൻ പറഞ്ഞു എന്തിനാ മിണ്ടുന്നേ, എനിക്ക് ആരോട് ദേഷ്യമൊന്നുമില്ല. പറയുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു. നിങ്ങളെല്ലാം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ നിൻ്റെ വീഡിയോ നോക്കല്ലേ, നിൻ്റെ വീഡിയോ എനിക്കിഷ്ടമാണ്. അവരെല്ലാവരും ഫാമിലി ഉള്ള ആൾക്കാരുണ്ടാടിയില്ലേ, എല്ലാവരും പറഞ്ഞു അമ്മ അങ്ങനെ ഒരിക്കലും പറയില്ല, നന്നാവണമെന്നേ അമ്മ പറയും. യൂട്യൂബ് ചാനൽ അവരവരെ ഇഷ്ടമല്ലേ നല്ല. പക്ഷേ എന്തിനു വേണ്ടിയിട്ട് അറിയില്ല എന്നോട് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ട് തന്നെ ഇങ്ങനെ ഇതാക്കീന്. വല്ലാതെ ഒരു വിഷമം വന്നു. അങ്ങനത്തെ എല്ലാം വേണ്ടാതെ എന്താ വെച്ചാൽ അവരവരിഷ്ടം, അവരവരെങ്ങനെയെങ്കിലും നന്നായിട്ട് എന്നല്ല വിചാരിക്കുന്നത്. പക്ഷേ ലൈവിലിരുന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നില്ല, അങ്ങനത്തെ എല്ലാം വാക്കല്ല. അതെല്ലാം പണ്ടത്തെ എന്താ പറയുക, ഇപ്പം അങ്ങനെയൊന്നുമില്ല. എന്താ വെച്ചാൽ ബസ്സിൽ കയറുന്നതായി ആണുങ്ങളുണ്ടായില്ലേ, ഇപ്പോൾ സീറ്റ് പെണ്ണുങ്ങൾക്ക് കയറാനില്ല. അപ്പോൾ ആണുങ്ങളുണ്ടെങ്കിൽ കൈമയുണ്ടെങ്കിൽ ഇരിക്കലായ ആണുങ്ങളെടുത്ത് ബാങ്ക് പോയിട്ട് സംസാരിക്കുന്നവർ ആണുങ്ങളോട്, മാനേജർ ആണുങ്ങളാണ് അവരോട് സംസാരിക്കുന്നത്. അതെല്ലാം ഒരു പുതിയ വരുന്നതാണ്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് അങ്ങനത്തെ പ്രശ്നവുമില്ല. ഷമീർച്ച പറയും എല്ലാവരോടും നല്ല. ഇപ്പം വീഡിയോസ് ഇടാതപ്പം പറയും, ലൈവ് എടുക്കാതപ്പം പറയും. ലൈവിൽ ഷമീർച്ച ഫുൾ സപ്പോർട്ടിങ് ആണ് എനിക്ക്. ഇവിടെ വന്നാലും സപ്പോർട്ടിങ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഡാൻസിൽ. അപ്പം എല്ലാവർക്കും അവരവരായ പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ആരെക്കുറിച്ച് പറയാനോ ഇതാക്കാനോ ഒന്നും പാടില്ല, തെറ്റാണ്. അവരവർ നന്നായി അവരവർക്ക് നന്നായി. അല്ലാതെ മോശമായ പരിപാടിക്ക് ഒന്നും ഞാൻ പോയിട്ടുമില്ല, പോയില്ല എന്നുള്ള നിയത്ത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് തന്നെ. പക്ഷെ എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു വീട് കെട്ടണം. നാട്ടിൽ പണിയെടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പണിയെടുക്കും. ഹോട്ടൽ പണി പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു 800-900 അത്രേ ശമ്പളം കിട്ടും ഒരു ദിവസം. അത്ര ശമ്പളം കൊണ്ട് നമുക്ക് ജീവിക്കണ്ടേ? എന്തെല്ലാം വഴിയുണ്ട് നമുക്ക്, എന്താ വെച്ചാൽ എന്തെല്ലാം ചിലവുണ്ട്. 3 മക്കളെ പഠിപ്പിക്കണം. 3 മക്കളെ എന്ന് വെച്ചാൽ 2 മക്കളും ഗവൺമെൻറ്. അപ്പം ചോദിക്കും ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തുകൂടി? ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ചേർത്തത് 2 ഗവൺമെൻറ് സ്കൂളിൽ. ഇപ്പം പണ്ടത്തെ പോലെ അല്ല. പണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പൈസ കൊടുക്കും, ഇപ്പോൾ പൈസ കൊടുക്കണ്ട ഇംഗ്ലീഷ് മീഡിയത്തിൽ. എന്ന് വെച്ചാൽ ഞാൻ 2 പേരും ഗവൺമെൻറ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തു. അതേപോലെ ഫ്രീ പ്രൈമറിയിൽ എന്ന് വെച്ചാൽ ചെറിയ പൈസ 3000-4000 എന്ന് ചോദിക്കില്ല, 500 രൂപയെ കൊടുക്കണം മാസത്തിൽ. ഇംഗ്ലീഷ് 2 കൊല്ലം ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ മക്കൾക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും. മൂത്തവർ 2 വർഷം ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ടാണ് ഞാൻ ഇടത്തേക്ക് ചേർക്കുന്നത് ഗവൺമെൻറ്റിലേക്ക്. ഫ്രീ പ്രൈമറിയിലാണ് 2 ചേർത്തത്. എല്ലാ വലിയ സ്കൂളിൽ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഡ്രസ്സ് എന്ന് വെച്ചാൽ യൂണിഫോമിൻ്റെ പൈസ അതായാലും നമുക്ക് കൊടുക്കേണ്ടത്, അത് സാധാരണ. അല്ലാതെ വലിയ സ്കൂളിൽ നമ്മൾ ചേർത്തിട്ടുള്ളതാക്കിയിട്ടുമില്ല. അപ്പം അങ്ങനെയല്ല. എന്താ വെച്ചാൽ എനിക്ക് ഒരു നിർബന്ധമുണ്ട്. ഞാനോ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടും അത്ര വരെ വിദ്യാഭ്യാസം എനിക്കില്ല. അത് നിങ്ങൾക്ക് ലൈവിൽ കൂടെ അറിയായിരിക്കും. അത്ര വരെയുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. എൻ്റെ മക്കൾ എൻ്റെയും കാട്ട് ഉയരങ്ങൾക്ക് എത്തണം എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. എന്നെപ്പോലെ ആകാൻ പാടില്ല. പുറത്ത് പോയിട്ട് പഠിക്കണം, നല്ല നിലയിൽ പഠിപ്പിച്ചിട്ട് എത്തിക്കണം. എൻ്റെ മക്കളെ 3 പേരും നല്ല നിലയിൽ എത്തിച്ച് നല്ല ഇതാക്കണം. ഉമ്മാക്കും അനുസരണയുള്ള മക്കളെ ആക്കണം 3 ആളും. പഠിച്ചോണം, അടുത്തേക്ക് തോഫിക്ക് ചെയ്യട്ടെ, അത്രയും ഞാൻ പറയുന്നില്ല. അപ്പം നല്ല നിലക്ക് പഠിപ്പിക്കണമെന്നും അതിലുള്ള ഒരാഗ്രഹമുണ്ട് എനിക്ക്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ. പക്ഷേ ചിലവ് എന്ന് വെച്ചാൽ മക്കളെ പഠിപ്പിക്കുന്ന വീട്ട് വാടക, പിന്നെ ചിലവ്, പിന്നെന്ന് വെച്ചാൽ ഗ്യാസ്, ഇതെല്ലാം ആകുമ്പോൾ ഇതായില്ലേ, എല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആവില്ല. വീട് കെട്ടാനാവില്ല നമുക്ക്. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്, വീട് കെട്ടാനാവില്ല. അതുകൊണ്ടാണ് യൂട്യൂബ് പഠിച്ച നാളെ തന്നെ ഷമീർച്ചക്ക് നല്ല വിസ വന്നിട്ട് കുവൈത്തിലേക്ക് പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ആയിട്ടില്ല. പുറത്ത് പോയിട്ട് ജോലി ചെയ്യണം എന്നുണ്ട്, ആയിട്ടില്ല. അപ്പം അങ്ങനെ നാളെ തന്നെ ശരിയായിട്ട് പോയിട്ട് നന്നായിക്കൂടാന്നുമില്ല. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്കൊരു എന്താ വെച്ചാൽ എന്തായാലും ആണുങ്ങൾ പണിയെടുത്താലും പെണ്ണുങ്ങൾ പണിയെടുത്താലും നമുക്ക് ആവൂല. അപ്പം 2 പേരും പണിയെടുത്താലേ ആവും. എന്നോട് പറഞ്ഞ് പുറത്ത് പണിയെടുക്കണ അകത്ത് നിന്നിട്ടില്ല പണി എന്നെ നോക്കിക്കോ പറഞ്ഞിട്ടാ ഇത്. കഷ്ടപ്പെടലുണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ ജോലി ചെയ്യണം, ഞാൻ മക്കളെ നോക്കണം, മക്കൾക്ക് സ്കൂളിൽ അയക്കണം. ആ സമയത്ത് ലൈവ് സമയം ഉണ്ടായിട്ട് എടുക്കുന്ന ഒന്നല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തപ്പോൾ മോണിറ്റേഷൻ ആക്കിയിട്ട് എടുത്തത്. അതുമല്ല, പിന്നെ പുറത്തുനിന്ന് പറഞ്ഞാലും ഞാൻ ഫുഡ് കൊടുക്കയില്ല, മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കയില്ല. എൻ്റെ മക്കൾക്ക് ഞാനല്ല പിന്നെ ഉണ്ടാക്കി കൊടുക്കില്ല, ഞാനല്ല രാവിലെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനത്തെ വാർത്ത ഉണ്ട്. അതുകൊണ്ട് അവരവർ സൂക്ഷിച്ചാൽ അവരവർ നന്നാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ കാര്യത്തിൽ ആരും ഇനിയും ഒരുപാട് ആൾക്കാർ എന്നെ എന്താ പറയണ്ടത്, ഇങ്ങനെ ഉപദേശിക്കാൻ വരണ്ട. ഇവർക്ക് നന്നായി മാത്രമേ ഇതാക്കും. ഞാൻ ആരെ കബറിലും വന്ന് കിടക്കുന്നില്ല. ഞാൻ എൻ്റെ കബറിലേ ഞാൻ കിടക്കും. ഞാൻ ചെയ്തത് എനിക്ക് മാത്രം, നിങ്ങൾ ചെയ്തത് നിങ്ങൾ മാത്രം, അല്ലേ? അത്രയേ ഉള്ളൂ ചിന്തിക്കുന്നില്ല.
ഇങ്ങനത്തെ വാക്കെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട്. എന്താ വെച്ചാൽ അതുപോലെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ വാർത്ത കേൾക്കുമ്പോൾ ആൾക്കാർ കൊണ്ട് ഞാൻ പറയുമ്പോൾ അവർക്ക് സങ്കടമുണ്ട്. നീ പേടിക്കണം ജാസ്മിൻ, നിങ്ങളെ കൂടെ ഞാനുണ്ട്, എല്ലാത്തിനും കട്ട സപ്പോർട്ടായി ഞാനുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് വല്ലാതൊരു സന്തോഷമാണത്. അപ്പം ഇനിയും നോക്കാൻ ഞാൻ ചെറിയ കുട്ടിയല്ല, എനിക്ക് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിൽ ആക്കി എടുക്കേണ്ട വിദ്യയിലുണ്ടേന്. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ആരും തർക്കിക്കാനും ഇതാക്കാനും ഒന്നും നിൽക്കേണ്ട മക്കളെ. നിന്നാൽ എൻ്റെ മാപ്പിള വിടിയുമില്ല, ചോദിക്കേണ്ട ആളോട് ചോദിക്കുക എന്നെ ചെയ്യും ഇനി കേട്ടോ. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, വീഡിയോസ് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എന്തിനാ പറയുന്നത്, യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരുപാട് എനിക്ക് സങ്കടമാകുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരുപാട് വൈഫൈ വെക്കുമ്പം ഒരു പരാതി വന്നു, എന്തൊക്കെയോ ഒരു ഇത് പറയാൻ ഷമീർ ചാൻ്റെ പൈസ കൊണ്ട് ഷമീർ ചാ വെക്കുന്നു, അതിനും ബാക്കിൽ കൂടി കുത്തുന്നു. എന്താ ഒന്നിനും നന്നാകാൻ സംഭവിക്കും. പക്ഷെ അവരെ വീട്ടിലെല്ലാം ഉണ്ട്, നമ്മൾ വെക്കുമ്പം ഇതാക്കുമ്പം എല്ലാം എന്തിനാ പൈസ കളയുന്നത്, എന്തിനാ വെറുതെ ഫോൺ വാങ്ങിച്ചാൽ കുറ്റം. ഫോൺ എൻ്റെ പഴയ റെഡ്മി ഫോണാണ്, അതിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിയുമ്പം മോൻ്റെ കൈമിൽ വീണു, അത് മിണ്ടുന്നില്ല, ഫോൺ മിണ്ടുന്നില്ല. എന്നിട്ട് പുതിയ ഫോൺ വാങ്ങിച്ചു. അപ്പോൾ ഫോൺ വാങ്ങിച്ചിട്ട് പറയുമ്പോൾ അവരറിഞ്ഞു എന്തിനാ ഫോൺ വാങ്ങിച്ചിന്, ഞങ്ങൾക്കറിയാം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പുതിയ ഫോൺ വാങ്ങിക്കുമെന്ന്. അങ്ങനത്തെ എല്ലാം വാക്ക് എന്തിനാ ഇങ്ങനെ, അവരവർക്ക് നന്നായാൽ മതിയില്ലേ, എന്തിനാ അവരവർക്ക് നന്നാകുന്നുണ്ട്, എന്നാൽ നമ്മളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല, അതെല്ലാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അങ്ങനത്തെ ഇതൊന്നും ഉണ്ട് എന്നോട് വരണ്ട. എനിക്ക് ആരോട് ദേഷ്യമില്ല, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനിയും ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ മനസ്സിൽ വെക്കലുമില്ല, ഞാനൊന്നും പറഞ്ഞാൽ ബുദ്ധിയില്ലാതെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ വിടും, പൊന്നെ വിടലാന്ന്. അല്ലാതെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ എന്താ പറയുക ഇതിങ്ങനെ പറയും ഇങ്ങനെ പറയുന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എന്നെ ചെയ്ത ആളുകൾ ഞാൻ ചെയ്യൂല അങ്ങോട്ട്, ഞാൻ സ്നേഹത്തോടെ പെരുമാറും ഇന്നും അന്നും. അതുകൊണ്ട് പടച്ചോൻ നല്ല എന്നെ എത്തിക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തറ്റാ ബൈ ബൈ. പുതിയ വീഡിയോ വരുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. തറ്റാ.